നമസ്കാരം. പുനലൂർ സർവകലാശാല PSC എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ട്രയാങ്കിളുമായിട്ട് ബന്ധപ്പെട്ട് പൈതഗോറസ് തിയറം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അതുമായിട്ട് ബന്ധപ്പെട്ട് 1-2 ക്വസ്റ്റ്യനൂടെ നമുക്ക് ചെയ്യാൻ ബാക്കിയുണ്ട്. അതാണ് ഈ ക്ലാസ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. 54 മീറ്റർ ഉയരമുള്ള ഒരു കവുങ്ങ് 15 മീറ്റർ ഉയരത്തിൽ വെച്ചൊടിഞ്ഞ് മുകളറ്റം തറയിൽ കുത്തി നിൽക്കുന്നു. ചുവടും മുകളറ്റവും തമ്മിലുള്ള അകലം, ഉയരമല്ല അകലം, ചുവടും മുകളറ്റവും തമ്മിലുള്ള അകലം എത്ര എന്നാണ് ചോദ്യം. ചുവടും മുകളറ്റവും തമ്മിലുള്ള അകലം എത്ര? ഓക്കെ, അതെന്തോ സംഭവം എന്ന് വെച്ചാൽ ഒരു കവുങ്ങ്, ഇതാണ് 54 മീറ്റർ ഉയരമുള്ള ഒരു കവുങ്ങാണേ. ഇത് തറയിൽ ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ അത് എത്ര? 54 മീറ്റർ ഉയരമുള്ള ഒരു കവുങ്ങ് 15 മീറ്റർ ഉയരത്തിൽ വെച്ച് ഓടിയുന്നു, ഇവിടെ വെച്ചങ്ങ് ഓടിയുന്നു. അപ്പോൾ 15 മീറ്റർ ഉയരത്തിൽ വെച്ച് ഓടിയപ്പോൾ മേളിലോട്ട് ഇനി എത്ര ബാക്കിയുണ്ട് എന്നാലോചിച്ച് നോക്കുക. 54 15 കളഞ്ഞാൽ പോരെ. 9 5 14, 4 1 3, 39 ഉണ്ട്. അപ്പോൾ ഈ സാധനം ഇവിടെ ചൊടിഞ്ഞ് അതാണ്ട് ഇങ്ങനെ ഇത് തറയെ കുത്തി ഇങ്ങനെ നിൽക്കും. കണ്ടോ, ഇങ്ങനെ ഇരിക്കും. ഈ നീളമാണ് ഇങ്ങോട്ട് വരാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ മേളിലോട്ടുള്ള നീളം എത്രയാണെന്നാണ് പറഞ്ഞേക്കുന്നത്? 39 ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. മേളിലോട്ടുള്ള നീളം 39. അതാണല്ലോ തറയിൽ കുത്തി നിൽക്കുന്നത്, 39. അപ്പോൾ ഇത് 15 ആണ്, ഇത് 39 ആണ്. ഇപ്പോൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഫോം ചെയ്തില്ലേ? ഫോം ചെയ്ത്. നമ്മുടെ ചോദ്യം മരത്തിൻ്റെ ചുവടും മുകളറ്റവും, ഇപ്പോൾ തറയെ കുത്തി നിൽക്കുക മുകളറ്റവും തമ്മിലുള്ള അകലം എത്രയാണ്, അതായത് പാദം എത്രയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇതിനെ നമുക്ക് എക്സ് എന്ന് വിളിച്ചാൽ ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ്, ശരിയല്ലേ? ആണ്ടേ, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഇങ്ങനെ ഇരിക്കുമോ? ഇതിനെയാണ് നമ്മൾ എക്സ് എന്ന് വിളിച്ചേക്കുന്നത്. ഇത് 15 ആണെന്ന് നമുക്കറിയാം, ഇത് 39 ആണെന്നും അറിയാം. അങ്ങനെ പൈതഗോറസ് തിയറം ഇതിനകത്ത് അപ്ലൈ ചെയ്യാം. എന്തോ പൈതഗോറസ് തിയറം? ഈ 15ൻ്റെ സ്ക്വയറ് പ്ലസ് എക്സിൻ്റെ സ്ക്വയർ ദാറ്റ് ഈസ് ഇക്വൽ ടു 39ൻ്റെ സ്ക്വയർ. അപ്പോൾ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തോ കിട്ടും? 39ൻ്റെ സ്ക്വയർ മൈനസ് 15ൻ്റെ സ്ക്വയർ. ഈ 39ൻ്റെ സ്ക്വയറൊക്കെ കണ്ടുപിടിക്കാൻ നിൽക്കണമെന്നില്ല. നമുക്കിത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ വെച്ച് മാറ്റാം. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്തുവാ? എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി. അല്ലെ സ്ക്വയർ കണ്ടുപിടിച്ച് മൈനസ് ചെയ്താലും മതി, ഒന്നുമില്ല, പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ 39 മൈനസ് 15 എ മൈനസ് ബി എഴുതി. ഇനി 39 പ്ലസ് 15 എ പ്ലസ് ബി എഴുതി. 39 15 പോട്ടെ. 39 15 പോയാൽ 24 ഇൻറ്റു 39 15 കൂടെ ആഡ് ചെയ്യട്ടെ, എത്ര? 54 അല്ലേ? ഇത് കുറച്ചത് 39, അപ്പോൾ 54 കിട്ടും. അപ്പോൾ 24 ഇൻറ്റു 54 ചെയ്യണം അല്ലേ? 24 ഇൻറ്റു 54. അതങ്ങ് ചെയ്യാം. അപ്പോൾ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് 24 ഇൻറ്റു 54. അത് ഇനി ചെയ്യാനൊന്നും നിൽക്കണ്ട കേട്ടോ. എക്സ് ഈസിക്കൽ റൂട്ട് ഓഫ് 24 ഇൻറ്റു 54. ഒരു ബുദ്ധിപരമായി നിങ്ങൾ ഒന്നുകിൽ ഇത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് റൂട്ട് എടുക്കാം, അല്ലെങ്കിൽ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഈ 24നെ നമുക്ക് 4 ഇൻറ്റു 6 എന്ന് എഴുതാം. 4 ഇൻറ്റു 6. 54നെ നമുക്ക് 9 ഇൻറ്റു 6 എന്ന് എഴുതാം. 9 ഇൻറ്റു 6. 4 ഇൻറ്റു 6 ആണ് 24. 54നെ നമുക്ക് 9 ഇൻറ്റു 6 എന്ന് എഴുതാം. ഓക്കെ, അങ്ങനെ എഴുതിയത് എന്തിനാണെന്നറിയാമോ? ഈ 6 ഇൻറ്റു 6 36. 36ൻ്റെ റൂട്ട് നമുക്കങ്ങ് എടുക്കാം 6. 9ൻ്റെ റൂട്ട് നമുക്ക് എടുക്കാം 3. 4ൻ്റെ റൂട്ട് നമുക്ക് എടുക്കാം 2. എന്ന് വെച്ചാൽ ഇതിനകത്ത് എല്ലാത്തിൻ്റെ റൂട്ട് എടുത്ത് അങ്ങ് മാറിയില്ലേ? അപ്പം 6 3 18. 18 ഇൻറ്റു 2 എത്ര? 18 2 36. 36. അപ്പം നമ്മുടെ ആൻസർ എക്സിൻ്റെ വില കിട്ടി. എക്സ് എന്ന് പറഞ്ഞാൽ 36 മീറ്റർ എന്ന് വരും. എക്സിൻ്റെ വില 36 മീറ്റർ എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട്, ഓപ്ഷൻ ബി. അപ്പോൾ അത് നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാലോ. 32 മീറ്റർ ഉയരമുള്ള ഒരു കവുങ്ങ് ഒടിഞ്ഞ് മുകളറ്റം തറയിൽ കുത്തിയിരിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ കവുങ്ങ്. തറയിൽ ഇങ്ങനെ നിൽക്കുവാണേ. അതിൻ്റെ ഉയരം 32 മീറ്ററാണ്. അത് എവിടെയോ വെച്ചങ്ങ് ഒടിയുന്നു, ഇവിടെ വെച്ച് ഒടിഞ്ഞെന്ന് വെച്ചോ. അപ്പോൾ ഈ മുകളറ്റം ഇവിടെ വെച്ച് ഒടിഞ്ഞാണ്ട് ഇങ്ങനെ നിൽക്കുന്നു. ഓക്കെ, ചുവടും മുകളറ്റവും തമ്മിലുള്ള അകലം 16 മീറ്റർ ആയാൽ, ഇത് ചുവട് ഇത് മുകളറ്റം തമ്മിലുള്ള അകലം 16 മീറ്റർ ആയാൽ എത്ര മീറ്റർ ഉയരത്തിൽ വെച്ചാണ് ഒടിഞ്ഞത്? ഇവിടെ എത്ര മീറ്റർ തറയുന്ന എത്ര മീറ്റർ ഉയരത്തിൽ വെച്ചാണ് ഒടിഞ്ഞത് എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ചുവടും മുകളറ്റവും തമ്മിലുള്ള അകലം തന്നിട്ടുണ്ട്. ഇതാണ് കവുങ്ങ്. ഈ കവുങ്ങാണ് ഒടിഞ്ഞ് അങ്ങോട്ട് ഇരിക്കുന്നത്. അപ്പോൾ കവുങ്ങ് ഒടിഞ്ഞത് എത്ര മീറ്റർ ഉയരത്തിലാണ് നമുക്ക് അറിഞ്ഞൂടാ. അതിനെ നമുക്ക് എക്സ് എന്ന് വിളിക്കാം. അപ്പോൾ ഈ കവുങ്ങിൻ്റെ ഫുൾ നീളം 32 ആണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇവിടം വരെ എക്സ് ആണെങ്കിൽ ഈ നീളം എന്ന് പറയുന്നത് 32ൽ നിന്ന് എക്സ് മൈനസ് ചെയ്യുന്നതായിരിക്കും. അതാണല്ലോ ഒടിഞ്ഞ് ഇവിടെ ഇങ്ങോട്ട് ഇരിക്കുന്നത്. അപ്പോൾ അത് 32 മൈനസ് എക്സ് ആകും. അപ്പോൾ ഒരു ട്രയാങ്കുലർ ഷേപ്പ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു.
ഇത് 16, ഇതെന്ന് പറയുന്നത് എക്സ്, ഇത് 32 മൈനസ് എക്സ്. ഇതിനകത്തോട്ട് നമുക്ക് പൈതഗോറസ് തിയറം ഉപയോഗിച്ചുകൊണ്ട് എക്സിനെ സോൾവ് ചെയ്യാൻ പറ്റും. എക്സ് എന്ന് പറഞ്ഞാൽ എത്ര മീറ്റർ ഉയരത്തിൽ വെച്ചാണ് ഒടിഞ്ഞത് അതിൻ്റെ നീളം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, എന്തോ പൈതഗോറസ് തിയറം? ഈ എക്സിൻ്റെ സ്ക്വയർ പ്ലസ് ഈ 16ൻ്റെ സ്ക്വയർ, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യപ്പം നമുക്ക് ഈ ഹൈപ്പോട്ടന്യൂസ് കർണമായ 32 മൈനസ് എക്സിൻ്റെ സ്ക്വയർ എന്ന് വരും. ഓക്കെ, അപ്പോൾ ഈ എസ് സ്ക്വയർ അങ്ങനെ തന്നെ പ്ലസ് 16ൻ്റെ സ്ക്വയർ ഞാൻ തൽക്കാലം അങ്ങനെ തന്നെ എഴുതുന്നത്. ദാറ്റ് ഇസ് ഇക്വൽ ടു ഇത് എ മൈനസ് ബി ഹോൾ സ്ക്വയർ വെച്ച് എക്സ്പാൻഡ് ചെയ്യുന്നത്. ഇപ്പോൾ എന്തുവാ ഈ എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ? ആദ്യം എക്ക് സ്ക്വയർ കൊടുക്കണം, ഈ എക്ക് സ്ക്വയർ കൊടുക്കണം, എന്നിട്ട് ഇവിടെ കാണുന്ന മൈനസ് ഇടണം, എന്നിട്ട് ഈ 2 എയും ബിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് നടുക്ക് വയ്ക്കണം, 2ab, ഈ 2 ഈ എ ഈ ബി 2ab പ്ലസ് പിന്നെ ഈ ലാസ്റ്റിന് ബി സ്ക്വയർ കൊടുക്കണം. അതായത് എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. അപ്പോൾ അത് ഉപയോഗിക്കണം. അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതിനെ എക്സ്പാൻഡ് ചെയ്യണം. ആദ്യം 32ൻ്റെ സ്ക്വയർ മൈനസ് 2ab 2 ഇൻറ്റു 32 64 ഇൻറ്റു എക്സ് 64x പ്ലസ് എക്സിന് സ്ക്വയർ കൊടുക്കുന്ന എക്സ് സ്ക്വയർ. ഇനി ഒന്ന് ആലോചിച്ച് നോക്ക്, അപ്പുറം ഇപ്പുറം ഒരേ ടേമുകൾ ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ കട്ട് ചെയ്യും. അതാണ്ട് ഈ എസ് സ്ക്വയർ ഇവിടെയും കിടപ്പുണ്ട്, റൈറ്റ് സൈഡിലും കിടപ്പുണ്ട്, ഈക്വൽ സൈൻ്റെ ലെഫ്റ്റ് റൈറ്റും കിടപ്പുണ്ട്. അതിനെ ബാലൻസ് ചെയ്ത് കട്ട് ചെയ്ത് കളയാം നമുക്ക്. പിന്നെ ഈ 64x ഉണ്ടല്ലോ, മൈനസ് 64x ഇപ്പുറത്താക്കാം. അപ്പോൾ പ്ലസ് 64x എന്ന് വരും. അപ്പുറത്തൊരു 32ൻ്റെ സ്ക്വയറും ഉണ്ട്, ഈ 16ൻ്റെ സ്ക്വയർ ഈക്വൽ സൈൻ അപ്പുറത്ത് പോകുമ്പോൾ മൈനസ് 16ൻ്റെ സ്ക്വയർ എന്ന് വരും. എന്നുവെച്ചാൽ 64x എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോമിൽ നിൽക്കുക. അതിനെ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറിൻ്റെ റിസൾട്ട് ഉപയോഗിക്കുക. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്തുവാ? എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി. ഓക്കെ, ആ റിസൾട്ട് ഉപയോഗിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. അപ്പം 64x ആണേ ലെഫ്റ്റ് സൈഡ്, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എ മൈനസ് ബി 32 നിന്ന് 16 പോകുന്നു ഇൻറ്റു എ പ്ലസ് ബി 32 പ്ലസ് 16. ബാക്കി ഇങ്ങോട്ട് എഴുതാം. 64x അങ്ങനെ തന്നെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 32 നിന്ന് 16 പോയ 16 ഇൻറ്റു 32 പ്ലസ് 16 48. 32 16 ആഡ് ചെയ്ത് 48. നമ്മുടെ ലക്ഷ്യം എക്സ് ആണ്. അപ്പോൾ ആ എക്സ് കണ്ടെത്താൻ 64 അങ്ങ് അപ്പുറത്തുകൊണ്ട് പോയാൽ പോരെ. 16 ഇൻറ്റു 48/64. നമുക്കറിയാം 16 4 64 ഇപ്പോൾ 16 64 കട്ട് ചെയ്ത് താഴെ 4. 48നെ 4ആയിട്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 12 കിട്ടുമെന്ന് അറിയാം. അപ്പോൾ എക്സിൻ്റെ നീളം 12. എന്തായിരുന്നു എക്സ്? എത്ര മീറ്റർ ഉയരത്തിൽ വെച്ചാണ് നമ്മുടെ കവ് മുടിഞ്ഞത്? അതായിരുന്നു എക്സ് നമ്മൾ എടുത്തേക്കുന്നത്, 12 മീറ്റർ. എന്നുവെച്ചാൽ നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി. ഓക്കെ, അപ്പോൾ പൈതഗോറസ് തിയറവുമായിട്ട് ബന്ധപ്പെട്ട് 2 ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബാക്കി കഥയുമായിട്ട് കുഞ്ഞു കുഞ്ഞു വീഡിയോസാണ്, ജോമെട്രിയായിട്ട് ബന്ധപ്പെട്ട് കൊച്ചു കൊച്ചു അറിവുകളാണ്. നിങ്ങൾ എഴുതുക, അല്ല ജസ്റ്റ് ബുക്കിലോട്ടൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പഠിച്ച് പോവുക. ഉറപ്പായിട്ടും പ്രയോജനം ചെയ്യും. അപ്പം വീണ്ടും കാണാം. നന്ദി.